ഈ മെന്റൽ ഇൽനെസ്സുകളെ സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നത് കൂടുതലായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശരി. ഇപ്പൊ ഒത്തിരി പേരുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എന്റെ പാർട്ണർ നാർസിസിസ്റ്റിക് ആണ്, അങ്ങനെ ഓരോ ടേംസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളിതൊരിക്കലും സെൽഫ് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു സൈക്കോളജിസ്റ്റ് ആണ് അത് എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക. അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു സിംറ്റംസ് കാണുന്നത് ഒരു മിനിമം ഒരു 2 ആഴ്ചയിൽ കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആവുന്നത്. അതും തന്നെ ഓരോ അസുഖത്തിനും അല്ലെങ്കിൽ ഓരോ പ്രശ്നത്തിനും എന്തുണ്ട്, ഓരോരോ ലക്ഷണങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഓക്കെ ആള് ഡിപ്രഷൻ ആണോ, അത് ആങ്സൈറ്റി ആണോ, വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ അതിനുള്ള ട്രീറ്റ്മെന്റും കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാ. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു നീതികേടാണ്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ്